ഇന്ന് കിട്ടിയത് ഈ ചുമന്ന കോരയെന്നും ജങ്കലവായ എന്നൊക്കെ പറയും. ഇത് ഇന്നത്തേക്കല്ല, നാളത്തേക്ക് കറി വെക്കാനായിട്ട് വാങ്ങിച്ചതാണ്. അതിനകത്ത് ഒരു പീസ് ഫ്രൈ ചെയ്യാനെടുത്ത്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇടുക. ഈ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് വയ്ക്കും. കുറച്ചൊഴിച്ചാൽ മതി. ആ പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് തിളച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വേണം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് ഈ അരപ്പൊന്ന് വേവണം. അരപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കും. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. അതിലോട്ട് പുളി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത്. ഇച്ചിരി വെള്ളവും കൂടെ വേണം. ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കും. തക്കാളിയൊക്കെ ഉപ്പ് വെള്ളത്തിൽ കഴുകി ഇത് കണക്ക് വെള്ളം വാരുമ്പോൾ ഇത് കണക്ക് ഒരു ബോക്സിൽ ഇട്ട് വെച്ച് ഇരുന്നാൽ ഒരു മാസം വരെ കേടുകൂടാതിരിക്കും. വെള്ളം നല്ലോണം തുടച്ച് വേണം വെക്കാൻ. ഇത് താഴെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാമെങ്കിൽ കുറച്ച് നാളുകൂടെ നല്ലോണം ഇരിക്കും. ഇപ്പം ടിഷ്യൂ പേപ്പർ തീർന്നത് കൊണ്ടാണ് അതിനകത്ത് ഇടാഞ്ഞത്. തക്കാളി ചേർത്ത് കൊടുക്കുക. അടച്ച് വയ്ക്കുക. തിളക്കട്ട്. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് മീൻ ഇട്ട് കൊടുക്കാം. ഈ മീൻ എരി പിടിക്കാൻ ഇച്ചിരി പാടാണ്. വേണമെങ്കിൽ എരി വേണ്ടുന്നവർക്ക് ഇച്ചിരി കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ എരി വലുതായിട്ട് വേണ്ടാത്തതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഈ മീൻ പൊരിക്കാനുള്ള അരപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ്. ഇത് കറി വെച്ച മീൻ വേണ്ടാത്ത ആളിനുള്ളതാണ് ഈ വറുത്ത മീൻ. അരപ്പ് വരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് നാളെ എടുത്ത് ഫ്രൈ ചെയ്യും. അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നാളെ എടുക്കുമ്പോൾ ഇത് ഒന്നുകൂടെ ചൂടാക്കിയത്.